പുന്നയൂർ കടവ്. ഒന്ന് വഴിവിട്ടെ, ഒരാള് മുന്നോട്ട് വെക്കോട്ടെ. ഒന്ന് മാറിയേ. ഇത് എങ്ങോട്ടാണ് ചേട്ടാ? എങ്ങോട്ടാണെന്ന് ഇപ്പൊ പറയാനിയാ. എനിക്ക് ഒരു പുന്നയൂർ കടവ്. ഹലോ എടുക്കട്ടെ. ഹലോ എടുക്കട്ടെ. തന്നോടല്ല, ഇവിടെ പറഞ്ഞതാ. കൊള്ളാലോ. ഹലോ ഹലോ, എവിടെ പോവാ? പുന്നയൂർ കടവ്, അശോകേട്ടന്റെ വീട്ടിലേക്ക്. ഇവിടെ ഇരിക്കണോ? ചേച്ചി, കുട്ടിയൊന്ന് മടിയിലെടുത്താമോ? ഇവിടെ സ്ഥലമുണ്ട്. വേണ്ട, ഞാനിവിടെ നിന്നോളാം. വാ. ഓക്കെ, വരികയല്ലേ? വെരി വെരി താങ്ക് യു. ഹലോ, എങ്ങോട്ടാ? പുന്നൂർ കടവിലേക്ക്. ആരെ കാണാനാന്ന്? എന്തായാലും തന്നെ കാണാനല്ല. ചൂടാവല്ല ഇഷ്ട. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചല്ലേ. തന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഞാൻ തന്നോട് ചോദിച്ചോ താൻ ആരാണെന്ന്? ചോദിക്കണ എന്തിനാ? അല്ലാതെ തന്നെ ഞാൻ പറയില്ലേ. എന്റെ പേര് നീലാംബരൻ. പുന്നൂർ കടവിലെ അശോകേട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഇല്ല. എന്നാ ഞാൻ പറയാം. ഈ അശോകേട്ടന്റെ വീട്ടിലെ കംപ്ലീറ്റ് ബുക്കിങ്ങും എന്റെ അമ്മായിയാണ്. ബുക്കിംഗ്? പാചകം. ഓ, കുക്കിംഗ്. അതന്നെ. അമ്മായിക്ക് ഇപ്പൊ സുഖമില്ലാതായേ. പകരം ബുക്കിങ്ങിന് പോണത് അമ്മായിയുടെ എന്തെങ്കിലും ആവട്ടെ. അമ്മായിയുടെ മോള മല്ലിക. ഞാൻ കേട്ടാ പോണ പെണ്ണാ, മോറപ്പെണ്ണ്. ഈ പെൺവിഷയ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളേരെ ഒന്നോട് ജോലിക്ക് നിർത്താൻ പറ്റില്ലെന്ന് എല്ലാവരും പറയണത്. അതുകൊണ്ട് ടൗണിലെ ബുക്കിംഗ് പണി ഞാൻ വിട്ടു. അശോകേട്ടന്റെ വീട്ടിൽ ജോലിക്ക് പോവുക, മല്ലിയൊക്കെ ഒരു കൂട്ടായിട്ട്. ഞാനും അശോകേട്ടന്റെ വീട്ടിലേക്കാ. ജോലിക്കാ? അവിടെ എന്ത് ജോലി? ബോഡി ഗാർഡ്. ബോഡി ഗാർഡ്. ബോഡി ഗാർഡാ? അശോകേട്ടന്റെ അംഗരക്ഷകൻ. അശോകേട്ടന്റെ ബോഡി ഗാർഡോ? അതെ, വാര്യർ സാർ പറഞ്ഞു വിട്ടതാ. അദ്ദേഹത്തിന്റെ കത്ത്. ദൈവമേ, അപ്പൊ നമ്മൾ അശോകന്റെ ജീവന് ഭീഷണിയുണ്ടാ? പിന്നല്ലാണ്ട്. വാര്യർ സാർ വെറുതെ ബോഡി ഗാർഡിനെ അടിച്ചിരിക്കണം. അറിഞ്ഞോ? പുന്നൂർ കടവിലെ അശോകേട്ടന്റെ ജീവന് ഭീഷണി. അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് ദേ വണ്ടിയിൽ ഇരിപ്പുണ്ട്. കുടിക്കാൻ എന്തെങ്കിലും വേണം? ഒരു സർബത്ത് മേടിപ്പിക്കട്ടെ? എനിക്കൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് പോയിന്ന് ഇരുന്നാ മതി. പറഞ്ഞത് കേട്ടില്ലേ? കണ്ടവര് പോയി ഇരിക്ക്. വട്ടം വളഞ്ഞ് കൂടി എന്ന് ശ്വാസം മുട്ടിക്കല്ലേ. ഒരു ബോഡി ഗാർഡ് ആണെങ്കിലും മനുഷ്യനല്ലേ ഇത്? ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് കംഫർട്ടബിൾ ഒന്നും ഇല്ലല്ലോ. അല്ല, ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് ചോദിച്ചതാ. ആദ്യം ഞാൻ സെയ്ദിക്കാനെ വിളിച്ച് വിവരം അറിയിക്കട്ടെ. ഹലോ സെയ്ദുക്ക, ഇത് ഞാനാ നീലാംബരൻ. നമ്മുടെ അശോകേട്ടന്റെ ജീവന് ബോംബ് ഭീഷണി. സത്യമാണ് സെയ്ദുക്ക. ന്യൂസ് വാര്യർ സാറിനാ കിട്ടിയത്. ഉടനെ വാര്യർ സാർ അശോകേട്ടന് വേണ്ടി ബോഡി ഗാർഡിനെ അയച്ചിട്ടുണ്ട്. ആളിപ്പോ വണ്ടിയിലുണ്ടെന്നേ. ഇനി പ്രശ്നമില്ല. അവിടെ ബാക്കി എല്ലാം സെയ്ദുക്ക് നോക്കിക്കോളും. എവിടെ ബഹളം ഉണ്ടാക്കല? ആളിറങ്ങി വരുന്നുണ്ട്. ആരും വെറുതെ കളക്ഷൻ ഉണ്ടാക്കരുത്. ബോഡി ഗാർഡ് വലത് കാലം വെച്ച് ഇറങ്ങി വാ. എല്ലാം കയ്യിൽ നിന്ന് പോകൂലോ ഈ തെണ്ടിക്കാരൻ. ഇറങ്ങി വാ, ധൈര്യമായിട്ട് വാ. ഇതാണ് നമ്മുടെ അശോകേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വന്നിരിക്കുന്ന ബോഡി ഗാർഡ്. ഓക്കെ, നിങ്ങൾ ആരും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ വന്നിരിക്കുന്നത് ഒന്നും പറയണ്ട. അതൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം. അശോകേട്ടന്റെ വീട്ടിൽ വരെ വിവരം അറിയിച്ചു കഴിഞ്ഞ്. ബോംബിന്റെ കാര്യം പറഞ്ഞ പിന്നല്ലാണ്ട് സൈദിക്കോട് പറഞ്ഞ ഇതാണ് ഗുണം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വാ. എങ്ങോട്ട്? അശോകേട്ടനെ കണ്ട് ചാർജ് എടുക്കണ്ടേ? അതിന് എല്ലാരും കൂടി എന്തിനാ? പിന്നെ തനിച്ചു പോയാ ചാർജ് എടുക്കണ? അത് പറ്റൂല. ആദ്യമായിട്ടാ ഞങ്ങളുടെ നാട്ടിലൊരു ബോഡി ഗാർഡ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ആഘോഷമായിട്ട് ബോഡി ഗാർഡിനെ കൊണ്ട് അശോകേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. ഓക്കെ.